Dear friends, in this video, we will discuss what are the different steps for calculating the final mass of substance in the given solution. നിങ്ങൾക്ക് എസ്റ്റിമേഷന് തന്നിരിക്കുന്ന സൊല്യൂഷനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന സബ്സ്റ്റൻസ് എത്രയുണ്ട് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാൽക്കുലേഷനിലേക്കുള്ള പല സ്റ്റെപ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഏതെല്ലാം സ്റ്റെപ്സാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വെയ്റ്റ് കാൽക്കുലേഷൻ, അതായത് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡിന് എത്ര വെയ്റ്റാണ് എടുക്കേണ്ടത്, പ്രൈമറി സ്റ്റാൻഡേർഡിൻ്റെ റിക്വയർഡ് നോർമാലിറ്റി സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് എത്ര വെയ്റ്റാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് വെയ്റ്റ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെയ്റ്റാണ് നമുക്ക് വേണ്ടത്. അതിനടുത്തൊരു വെയ്റ്റ് നമ്മൾ റഫ് വെയ്റ്റ് എടുത്തിട്ട് പിന്നെ അത് എക്സാക്റ്റ് വെയിങ്ങിലൂടെ നമ്മുടെ സൊല്യൂഷനകത്ത് അത് 100 ml ആയിക്കോട്ടെ 250 ml ആയിക്കോട്ടെ അതിനകത്ത് നമ്മൾ എത്ര സബ്സ്റ്റൻസാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ആക്ച്വൽ വെയ്റ്റ് ഓഫ് സബ്സ്റ്റൻസ്, ആക്ച്വൽ വെയ്റ്റ് ഓഫ് ദി പ്രൈമറി സ്റ്റാൻഡേർഡ് ഇൻ 100 ml ഓർ 250 ml കിട്ടും. നെക്സ്റ്റ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യും. സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷനെയും ലിങ്ക് സൊല്യൂഷനെയും കൂടെയാണ്, സ്റ്റാൻഡേർഡ് സൊല്യൂഷനും ഇൻ്റർമീഡിയറ്റ് ലിങ്ക് സൊല്യൂഷനും കൂടെയാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി നമുക്കറിയും, ആക്ച്വൽ വെയ്റ്റ് ഇതിൽ നമുക്ക് നോർമാലിറ്റി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ അറിയാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ വോളിയം അത് ഡിപ്പെൻസ്, അതായത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ. ബേസ് ആണെങ്കിൽ അത് 20 ml ആണ് നമുക്കറിയാം, കാരണം നമ്മൾ 20 ml ആണ് ബേസ് ആണ് പിപ്പറ്റ് ചെയ്യുന്നത്. ആസിഡ് ആണെങ്കിൽ അത് ബ്യൂററ്റ് റീഡിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി ലിങ്ക് സൊല്യൂഷൻ്റെ ഇതുപോലെ തന്നെ നോർമാലിറ്റി നമുക്ക് അറിയത്തില്ല, അത് ഉറപ്പാണ്. ലിങ്ക് സൊല്യൂഷൻ്റെ നോർമാലിറ്റി നമുക്കറിയത്തില്ല, പക്ഷേ അതിൻ്റെ വോളിയം കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ നോർമാലിറ്റിയും വോളിയം നമുക്ക് കിട്ടും, ലിങ്ക് സൊല്യൂഷൻ്റെ വോളിയം കിട്ടും, നോർമാലിറ്റി കിട്ടത്തില്ല. അവിടുന്ന് നമ്മൾ നോർമാലിറ്റി ഓഫ് ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലിങ്ക് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എസ്റ്റിമേഷനാണ്, അതായത് ഈ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷനും അൺനോൺ സൊല്യൂഷനും കൂടെയാണ് അവിടെ ടൈട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ഇൻ്റർമീഡിയറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. അപ്പോൾ ഇൻ്റർമീഡിയറ്റിൻ്റെ വോളിയം അവിടെ നിന്ന് നമുക്ക് മെഷർ ചെയ്യാം, എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന അതിൻ്റെ നോർമാലിറ്റി നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അൺനോൺ സൊല്യൂഷൻ്റെ നോർമാലിറ്റി നമുക്ക് അറിയത്തില്ല, വോളിയം അറിയാം. അപ്പോൾ അൺനോൺ സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ 2 സൊല്യൂഷൻസ് ടൈട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഫസ്റ്റ് സൊല്യൂഷൻ, സെക്കൻഡ് സൊല്യൂഷൻ, 2 സൊല്യൂഷൻ ടൈട്രേറ്റ് ചെയ്യുന്നു. അത് സ്റ്റാൻഡർഡൈസേഷൻ ആയാലും എസ്റ്റിമേഷനിലായാലും 2 സൊല്യൂഷൻസ്. ആസിഡിമെട്രിയിൽ അത് ഒരു ആസിഡും ഒരെണ്ണം ബേസും ആയിരിക്കും. അവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി N1 എന്നും അതിൻ്റെ വോളിയം V1 എന്നും കൊടുത്താൽ, സെക്കൻഡ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി N2 അതിൻ്റെ വോളിയം V2 ആണെങ്കിൽ ലോ ഓഫ് ടൈട്രേഷൻ, അതായത് ടൈട്രേഷൻ്റെ ഒരു നിയമമാണ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.1 നോർമൽ ആസിഡ് ഒരു 20 ml എടുത്താൽ എക്സാക്ട്ലി 0.1 നോർമൽ ബേസ് ആണെങ്കിൽ അതിൻ്റെ വോളിയവും 20 ആയിരിക്കും. ഈക്വലൈസേഷനാണ് അവിടെ വരുന്നത്. അപ്പം 0.1 പകരം അത് ഡിഫറെൻ്റ് ആയിട്ടൊരു വാല്യൂ ആണെങ്കിൽ വോളിയം അതിനനുസരിച്ച് മാറും. അതാണ് ഇവിടെ N1 V1 = N2 V2. ഇതാണ് ടൈട്രേഷൻ്റെ ഒരു പൊതു സ്വഭാവം, അല്ലെങ്കിൽ ലോ ഓഫ് ടൈട്രേഷൻ നമുക്ക് പറയാം. അപ്പം ഇതിൽ ഫസ്റ്റ് സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിരിക്കും, ഇതെന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു നൊട്ടേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എസ്റ്റിമേഷൻ വരുമ്പം ഈ ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ സെക്കൻഡ് സൊല്യൂഷനും നമ്മുടെ അൺനോൺ സൊല്യൂഷൻ എന്ന് പറയുന്നത് തേർഡ് സൊല്യൂഷനുമായിട്ട് വരും. സെക്കൻഡ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ N2 V2 തന്നെ എടുക്കാം. അത് സെക്കൻഡ് ടൈട്രേഷൻ്റെ വാല്യൂസാണ്. ഈ നോർമാലിറ്റിയും മറ്റൊരു വോളിയവും വെച്ചിട്ട് നമുക്ക് അൺനോൺ സൊല്യൂഷൻ്റെ നോർമാലിറ്റിയും അതിൻ്റെ വോളിയവുമായിട്ട് വരും. ഇതിൻ്റെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ സൊല്യൂഷൻസ് ഏതാണെന്ന് അറിയുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് HCl ആണെങ്കിൽ നമുക്ക് NHCl എന്ന് എഴുതാം.
അതുപോലെ VHCl എന്ന് എഴുതാം. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ NNaOH എന്ന് എഴുതാം, VNaOH എന്ന് എഴുതാം. അപ്പോൾ ഒരു കൺഫ്യൂഷനും വരത്തില്ല. ഇതിപ്പം നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി ശീലിച്ചാൽ ആ സൊല്യൂഷൻ്റെ പേര് എഴുതി കൊടുത്താൽ മതി. അപ്പം ഈ സ്റ്റാൻഡർഡൈസേഷനിൽ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു, അത് ലിങ്ക് ആയിരുന്നെങ്കിൽ ആ ലിങ്ക് തന്നെ ഇവിടെ വരും. അപ്പോൾ നോർമാലിറ്റി അത് തന്നെ ആയിരിക്കും, പക്ഷേ ഇവിടെ അതിൻ്റെ വോളിയം മാറി വരും. ആ വോളിയം എന്താണെങ്കിലും എസ്റ്റിമേഷനിൽ അതിൻ്റെ വോളിയം ഏതാണോ ആ വോളിയം എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അൺനോൺ സൊല്യൂഷൻ്റെ വോളിയം മെഷർ ചെയ്യുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് N3 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ N3 എന്നത് നമ്മൾ കണ്ടുപിടിച്ച അൺനോൺ സൊല്യൂഷൻ്റെ ഫൈനൽ നോർമാലിറ്റിയാണ്. ഇനി നമ്മൾക്ക് കാണേണ്ടത് അതിൻ്റെ മാസ് പെർ ലിറ്റർ ആണ്. മാസ് പെർ ലിറ്റർ ഓഫ് ദി തേർഡ് സൊല്യൂഷൻ, ദാറ്റ് ഇസ് ദ അൺനോൺ സൊല്യൂഷൻ. അപ്പോൾ അത് എൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലൻറ്റ് മാസ്. അങ്ങനെയാണെങ്കിൽ മാസ് പെർ ലിറ്റർ എന്ന് പറയുന്നത് നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് മാസ്സാണ്. അത് കിട്ടി. അപ്പോൾ മാസ് പെർ ഒരു ലിറ്ററിലുള്ള മാസ് കണ്ടാൽ നമുക്ക് 100 ml, കാരണം നമ്മൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് 100 ml ആയിട്ടാണ്, അതല്ലെങ്കിൽ 250 ml ആയിട്ടാണ്. അപ്പോൾ 100 ml എത്ര, അപ്പോൾ 1000 ml എത്രയുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ml എത്രയുണ്ട് ഇൻറ്റു 100 ml. ആ സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് കാണാം. സോ മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ 1000 ഗിവ്സ് the amount mass present in 1 ml. So into 100 gives the amount present in 100 ml. Similarly, mass per liter divided by 1000 gives the mass present in 1 ml into 250 gives the mass of substance in the whole of the given solution, that is 250 ml of the solution. Then you have to give the report, the result, as the mass of substance in the whole of the given solution is this much. This is your final answer. This is the reporting of the volumetric experiment. ഇനി നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാബുലർ കോളംസും കൂടെ ഒന്ന് എക്സാമിൻ ചെയ്യാം. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് കാൽക്കുലേഷനാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം എത്ര വെയിറ്റാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ. അത് നമ്മൾ വെയിറ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആവശ്യമുള്ള നോർമാലിറ്റി എത്രയാണ്, ആവശ്യമുള്ള വോളിയം എത്രയാണ്, നമ്മുടെ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് തന്നിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ഇക്വലൻറ്റ് മാസ്, ഇത്രയും അറിഞ്ഞാൽ നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് മാസ് ഇൻറ്റു വോളിയം ബൈ 1000 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വെയിറ്റാണ് എടുക്കേണ്ടതെന്ന് കിട്ടും. ആ വെയിറ്റ് നമ്മൾ റഫ് ബാലൻസിൽ റഫായിട്ട് എടുത്തതിന് ശേഷം അതിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഡിഡക്ഷൻ മെത്തേഡാണ്. അതായത് സബ്സ്റ്റൻസും വെയിങ് ബോട്ടിലും കൂടെ ആദ്യം വെയിറ്റ് എടുക്കും, അതിനുശേഷം സബ്സ്റ്റൻസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ എംപ്റ്റി വെയിങ് ബോട്ടിൽ സബ്സ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവശേഷിക്കുന്ന എംപ്റ്റി ബോട്ടിലിൻ്റെ വെയിറ്റ് എടുക്കും. അപ്പോൾ ആ ഡിഫറൻസ് എത്ര സബ്സ്റ്റൻസാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഇട്ടതെന്ന് കിട്ടും. അതിനുള്ളൊരു ടാബുലർ കോളമാണ് നമ്മൾ ആർട്ടിക്കിൾ ലെഫ്റ്റ് പാനൽ വയ്ക്കും. അത് വെയിങ് ബോട്ടിൽ പ്ലസ് സബ്സ്റ്റൻസ് ആയിരിക്കും. അതിന് ക്യാപിറ്റൽ W നമ്മൾ എഴുതി. പിന്നെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം വെയിങ് ബോട്ടിൻ്റെ മാത്രം വെയിറ്റ് എന്ന് പറയുന്നത് സ്മോൾ w. ഈ ഡിഫറൻസ് ഇതായിരിക്കും ഗ്രേറ്റർ. ഇതിൽ നിന്ന് ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര സബ്സ്റ്റൻസ് ആണ് 100 ml അല്ലെങ്കിൽ 250 ml സ്റ്റാൻഡേർഡ് സൊല്യൂഷനകത്തുള്ളത് എന്ന് മനസ്സിലാക്കാം. 100 ml ഉള്ളത് എത്രയാണെന്നോ അല്ലെങ്കിൽ 250 ml എത്ര ആണുള്ളതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാം. അടുത്തതായിട്ട് നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ. ഈ സ്റ്റാൻഡർഡൈസേഷൻ്റെയും അതുപോലെ തന്നെ എസ്റ്റിമേഷൻ്റെയും ടാബുലർ കോളം ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പം കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ടാബുലർ കോളം വരയ്ക്കുമ്പം എപ്പോഴും ആ ടാബുലർ കോളത്തിനൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. അത് വെയിങ്ങിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ്. നമുക്ക് മാസ് ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ്, അതിൻ്റെ ഇവിടെ നമ്മളിപ്പോൾ ജനറലായിട്ട് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നു. അപ്പോഴും നമുക്കവിടെ സോഡിയം കാർബണേറ്റ് ആണോ അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് ആണോ എന്ന് അവിടെ എഴുതാൻ പറ്റും. അപ്പോൾ ആ ടാബുലർ കോളത്തിന് എപ്പോഴും ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ സ്റ്റാൻഡർഡൈസേഷനും എസ്റ്റിമേഷൻ ആണെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ്, ആ ഇൻ്റർമീഡിയറ്റ് എന്താണെന്നുള്ള പേരവിടെ എഴുതാം നമുക്ക്. അതുപോലെ നമ്മൾ പിപ്പറ്റ് ചെയ്യുന്നത് എപ്പോഴും ബേസ് ആയിരിക്കും പിപ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ 20 ml ബേസിൻ്റെ പേരവിടെ എഴുതുക. എഗൻസ്റ്റ് ആസിഡ് ഏതാണോ അതിൻ്റെ പേര് എഴുതുന്നു. ബ്രാക്കറ്റിൽ ഇൻഡിക്കേറ്ററിൻ്റെ പേര് അവിടെ കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് കമ്പൾസറി. എന്നിട്ട് ടാബുലർ കോളത്തിൽ നമുക്ക് ട്രയൽ നമ്പർ, അതായത് നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ 1 2 3 നമ്പർ ഇടും. അതിൽ നമ്മൾ ഇനിഷ്യൽ ബ്യൂററ്റ് റീഡിങ്ങും ഫൈനൽ ബ്യൂററ്റ് റീഡിങ്ങും ആയിരിക്കും എഴുതുന്നത്. ഫൈനൽ ബ്യൂററ്റ് റീഡിങ്ങിൽ നിന്ന് ഇനിഷ്യൽ റീഡിങ് കുറയ്ക്കുമ്പോൾ നമുക്ക് വോളിയം ഓഫ് ആസിഡ് കിട്ടും. ഈ റിപ്പീറ്റഡ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത് എന്തെന്നാൽ
നമുക്ക് അടുത്തടുത്ത സക്സസീവ് വാല്യൂ നമ്മൾ എൻ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വാല്യൂ നോക്കാതെ കൃത്യമായിട്ട് ചെയ്താൽ അടുത്ത വാല്യൂവും വോളിയം സെയിം ആയിട്ട് വരണം, അല്ലെങ്കിൽ കൺകോർഡൻറ്റ് വാല്യൂ എന്ന് നമ്മൾ പറയും. കൺകോർഡൻറ്റ് വാല്യൂ കിട്ടുന്നതാണ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രയൽ ചെയ്യുന്നത്. അങ്ങനെ 2 വാല്യൂ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഒരു 19.9 ആണ് വോളിയം വന്നു വെച്ചു. പിന്നെ ഞാൻ ഒന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ട് അത് ചെയ്തപ്പോൾ എനിക്ക് 19.8 കിട്ടി. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്? ഞാനിത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ തേർഡ് ടൈം എനിക്ക് 19.8 തന്നെ എക്സാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുവാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ആസ് ദി കൺകോർഡൻറ്റ് വാല്യൂ. ഈ രീതിയിൽ സ്റ്റാൻഡർഡൈസേഷനും അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ചെയ്യണം. എസ്റ്റിമേഷൻ കോളത്തിനും ടൈറ്റിൽ വേണം. എസ്റ്റിമേഷൻ എന്താണ്, ഗിവൺ സൊല്യൂഷൻ്റെ പേര് എവിടെ എഴുതുക, ബേസ് ഏതാണ്, 20 ml ബേസിൻ്റെ പേര് എഴുതുക, ആസിഡിൻ്റെ പേര് എഴുതുക, ഇൻഡിക്കേറ്ററിൻ്റെ പേര് എഴുതുക. അതുപോലെ തന്നെ ടാബ്ലറ്റ് കോളം സ്റ്റാർട്ട് ചെയ്യുക, 0 ഇനിഷ്യൽ റീഡിങ് വയ്ക്കുക. ഇനി ഇൻ കേസ് നമുക്ക് 0 അല്ല 0.1 ആണ് കറക്റ്റായിട്ട് എളുപ്പം വന്നിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ നമുക്ക് വോളിയം എടുക്കാം. നമുക്ക് N1 V1 = N2 V2 എന്നുള്ള എക്സ്പ്രഷനിൽ നിന്ന് 2 വോളിയവും ഒരു നോർമാലിറ്റിയും വെച്ചുകൊണ്ട് രണ്ടാമത്തെ സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാം. സാധാരണയായിട്ട് നമ്മളിത് ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിട്ടും ഈ സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിങ്ക് സൊല്യൂഷനായിരിക്കും. അതിൽ നിന്ന് നമ്മൾ N2 കണ്ടുപിടിച്ചാൽ ആ N2 ഇപ്പം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ N2 നമുക്ക് വീണ്ടും, അതായത് അവിടുത്തെ ഇൻ്റർമീഡിയറ്റ് ഇവിടെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സൊല്യൂഷനായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ നോൺ വാല്യൂ ആണ് N2. ആ N2 ഇട്ട് V എന്തായാലും നമ്മൾ മെഷർ ചെയ്യും. അത് 20 ആയാലും ബ്യൂററ്റ് റീഡിംഗ് ആണ് വരുന്നതെങ്കിലും എന്തായാലും നമുക്കത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് N3 കണ്ടുപിടിക്കേണ്ടത്. V3 അറിയാം. അങ്ങനെ N3യും കാൽക്കുലേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് ആ N3 ഇട്ട് N3 × ഇക്വലൻ്റ് മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്, അതിൽ നമുക്ക് മാസ് പെർ ലിറ്റർ കിട്ടും. പിന്നെ മാസ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എന്നിട്ടത് റിസൾട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ നമുക്ക് സ്പെസിഫിക് എക്സാമ്പിളാണ്, അതായത് ഒരു എസ്റ്റിമേഷൻ ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ എഴുതാം, എസെൻഷ്യൽ സ്റ്റെപ്സ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാൽക്കുലേഷൻ ഫുള്ളായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ എക്സ്പെരിമെൻറ്റിൽ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും അതൊന്നും കൂടി മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.